8 AM to 4:30. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ശ്രീലങ്കയിലെ കൊളംബോയിലെ ഒരു ഗാലെ ഫേസ് ബീച്ച് ഉണ്ട്. അപ്പോൾ അത് മുമ്പ് ഞാൻ രാത്രി വന്ന് കണ്ടിരുന്നു. അപ്പം ഇനി നമുക്ക് അവിടുത്തെ പകലിലെ കാഴ്ച നമുക്ക് കാണാം. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഞാനൊരു ഓട്ടോയിൽ പോവാണ്. ഇവിടുത്തെ ഗാലെ ഫേസ് ബീച്ച് ഉണ്ട്. മുമ്പ് ഞാൻ രാത്രി പോയിരുന്നു. അപ്പോൾ രാത്രി ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് പകലൊന്ന് പോയി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഗാലെ ഫേസ് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടങ്ങനെ പോവാം. ഇന്ത്യൻ മഹാസമുദ്രമാണ് ആ കാണുന്നത്. അതിനോട് ചാരിയിട്ട് ഇവിടെ ഒന്നായിട്ട് മണ്ണിട്ട് നിരത്തിയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഗാലെ ഫേസ് പേര് വന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇതാണ് കടൽ, ഈ ഒരു ഭാഗം, വലതുഭാഗത്തുള്ള ഭാഗം. പിന്നെ ഇപ്പം ഞാൻ നടക്കുന്ന ഈ ഫുട്പാത്ത്, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ മെയിൻ റോഡ്, അതിൻ്റെ അപ്പുറം പിന്നെ വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ. ഇതിവിടെ സ്ട്രീറ്റിലെ നമ്മളെ പരിപ്പുവട പോലത്തെ സാധനം പരത്തി ചുട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെമ്മിയ നിറച്ച് വെച്ചാണ് ആ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ശ്രീലങ്കക്കാരെ റൊട്ടിയുണ്ട്. ഇത് എന്ത് വില? ഇത് എന്ത് വില? ഇത് 100 രൂപ. ഷാപ്പാടാ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് തട്ടിടക്കാരുടെ ഏരിയയാണ്. മുമ്പ് ഇവിടെ ഡച്ചുകാരെ ഇന്നല്ല ഭരിച്ചിരുന്നത്. അപ്പം അന്ന് പോർച്ചുഗീസുകാർക്കെതിരെ തന്ത്രപരമായ വെടിവെപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇവരുടെ പീരങ്കികൾ വെക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഡച്ചുകാർ ഈ ഗാലെ ഫേസ് ആദ്യം സ്ഥാപിച്ചത് ഇവിടെ. സിംഹള ഭാഷ ഉണ്ടല്ലോ, സിംഹള ഭാഷയിൽ ഗാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ എന്നർത്ഥം. അങ്ങനെ ഇതിന് ഗാലെ ഫേസ് ഗേറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ അതായത് റോക്ക് ഗേറ്റ് എന്നാണ് ശരിക്കും ഈ ഗാലെ ഫേസിൻ്റെ അർത്ഥം. ഇത് കടൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഒരു കർവ് കണ്ടോളും. ഇവിടെയാണ് മണലുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മണ്ണിട്ട് തോർത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഗാലെ ഫേസ് ബീച്ചിനെ പിന്നെ ഇവിടുത്തെ സമുദ്രതീര നഗര പാർക്ക് എന്ന് പറയുക. ഇത് 1859 അന്നത്തെ ഗവർണർ സർ ഹെൻറി ജോർജ് വാർഡാണ് ഇത് സ്ഥാപിച്ചത് ഇവിടെ. തുടക്കത്തിൽ ഈ ഗാലെ ഫേസ് ഇന്ന് കാണുന്നതിനേക്കാൾ വലിയ വലിയ പ്രദേശമായിരുന്നു. അന്ന് ഇവിടെ കുതിരപ്പന്തയത്തിനും ഗോൾഫ് കോഴ്സിനൊക്കെയാണ് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ കടലിൻ്റെ തീരൊക്കെ കുറച്ച് കെട്ടി ഇതിങ്ങനെ പാസേജാക്കി ഇവിടെ അങ്ങനെ ഹൈറ്റ് വെച്ച് ഈ ഒരു ഭാഗം ബിൽഡിംഗ് ഉണ്ടാക്കി. അതിൻ്റെ അപ്പുറത്ത് റോഡ്. ഇത് കംപ്ലീറ്റ് കടലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ കോക്സ് ബസാർ ബംഗ്ലാദേശിൽ ഇപ്പോൾ തീരൊക്കെ കുറഞ്ഞിരിക്കുന്നു. കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ ഇവിടെ അങ്ങനെ മണ്ണിട്ട് നിരത്തിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയാണ്. ഇത് നല്ലോണം താഴ്ചയിലാണ് ഇപ്പോൾ ഈ കടൽ നിൽക്കുന്നത്. ഇതിവിടുത്തെ തട്ടുകട മോഡൽ കടകളാണ്. ഇത് നല്ല രസമാണ്. ഒരു കനാല് പോലുള്ളൊരു ഭാഗമാണ്. കടൽ, പിന്നെ ഈ പാസേജ്, പിന്നെ ഒരു കെട്ട്. ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ റാമ്പുണ്ട്. ആ റാമ്പ് ഇറങ്ങി വന്നിട്ട് ഇതാണ് റാമ്പ്. അപ്പുറത്ത് സ്റ്റെപ്പുണ്ട്. അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ അങ്ങനെ കുറേ പ്രണയിനികളും
കുടുംബങ്ങളും വയസ്സായ വാപ്പിയും ഫാമിലികളും ഒക്കെ ഉണ്ട്. ഇതാണ് ആ കട. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ആട്ടോ നടക്കുന്നത്, താഴത്തു കൂടെ അല്ല നടക്കുന്നത്. ഈ ഒരു കെട്ടുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഒരു ബിൽഡിങ്, ITC ബിൽഡിംഗ് എന്ന് പറയും. ഇതിൻ്റെ ബിൽഡിങ് ടു ബിൽഡിങ് പാലൊക്കെ ഉണ്ട്. അതിൽ നെല്ലിക്ക ഇതെന്തൊക്കെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ. ഇവരുടെ ശ്രീലങ്കൻ്റെ കൊടിയാണ് കാണുന്നത്. ആ കൊടി ഇവർ താഴ്ത്താണ്. ചിലപ്പോൾ ഇവർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൗതി താഴ്ത്തി കിട്ടൂലേ, അതാണോ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്താണെന്നറിയില്ല. ഏതായാലും അതിൻ്റെ മുകളിൽ കയറിയിട്ടൊരു ഓഫീസറുണ്ട്, മൂപ്പരൊന്ന് കാണണം. മൂപ്പരെ കണ്ടാലുള്ളപ്പോൾ അതറിയാം സംഭവം എന്താണെന്ന്. ഇപ്പം ഇങ്ങനെ കൊടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൗതി എത്തിക്കുന്നു. ഇനിയിപ്പോൾ പൗതി എത്തിക്കഴിഞ്ഞ് അവിടെ നിർത്തുന്നുണ്ടോ സംശയമുണ്ട്. അല്ല, നിർത്തുന്നില്ല. ഇത് വീണ്ടും ഇവരിങ്ങനെ താഴ്ത്തുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്നറിയില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ രാവിലെ 6 മണിക്ക് കയറ്റിയിട്ട് വൈകുന്നേരം 6 മണിക്ക് ഇറക്കലുണ്ട്. ചില രാജ്യങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ ഇവരുടെ ദേശീയ പതാകയൊക്കെ. അതാകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഏതായാലും അതിൻ്റെ മുകളിലൊന്ന് പോയി നോക്കട്ടെ ഞാനൊന്ന്. അപ്പം കംപ്ലീറ്റ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല. ഞാൻ ഇതിൻ്റെ ഓഫീസറെ കണ്ടിരുന്നു. അപ്പം രാവിലെ 6 മണിക്ക് കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് കൊടി ഇറങ്ങും. ഇപ്പോൾ വൈകുന്നേരം 6 മണി. ഇദ്ദേഹമാണ്, മൂപ്പരാണ് അതിൻ്റെ ആള്. गोवा में बहुत लोग चोट कर रहे हैं। ഇപ്പം മടക്കലിൻ്റെ ലാസ്റ്റ് മുമ്പിലാണ്. 6:08 സമയം. ഏതായാലും നമുക്ക് ഇവരെ ചടങ്ങുകളൊക്കെ ഒന്ന് നേരിട്ട് കാണാം. അധികം ആളുകളൊന്നും ഇല്ല ഇവിടെ. പിന്നെ പോലീസ് കാവലോ പട്ടാള കാവലോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ഓഫീസറാണ് നമ്മൾ ലോയിക്കാരനാവും ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ കൊടിക്ക് തീരുമാനമായി. ഇനി നാളെ രാവിലെ 6 മണിക്ക് അതിന്റെ മുകളിൽ കയറ്റും. അപ്പോൾ ഇവരെ കവറിലാക്കുകയാണ്. കവറിലാക്കിയിട്ട് അവിടെ തന്നെ കവറിലാക്കിയിട്ട് വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പുള്ളിക്കാരന്. പിന്നെ രാവിലെ അവിടെ വന്നിട്ട് പിന്നെയും ഫിറ്റ് ചെയ്യും. ആ ഓഫീസറുണ്ടല്ലോ നിൽക്കുന്നത്, അദ്ദേഹം ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അപ്പോൾ ഒരു ഭാര്യ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം പോയി വരും വെച്ചാൽ ഇവരെ വാഹനം ഉണ്ടല്ലേ, ആ വാഹനത്തിൽ പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് പോവുകയും ചെയ്യും. അങ്ങനെയാണെന്ന് പറഞ്ഞു. മൂന്ന് മാസത്തിലാണ് ഈ കൊടി പൊന്തിക്കുക എന്ന് പറഞ്ഞു. അതായത് 4 ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്ന് കരസേന, കടൽസേന, പിന്നെ വ്യോമസേന, പിന്നെ നമ്മുടെ ഇവിടുത്തെ സാധാരണ പോലീസുകാർ, അങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റ് വർഷത്തിൽ 3 മാസം വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇപ്പം കംപ്ലീറ്റ് കൊടി കാലിയാക്കി. ഇനി നാളെ രാവിലെ വീണ്ടും വരും. മുമ്പ് ഈ ഗാലേഫേസിൽ നിന്ന് പലവിധ മത്സരങ്ങളും കളികളൊക്കെ നടന്നിരുന്നത്. 1879 ഇവിടെ ക്രിക്കറ്റ് കളി നടന്നിട്ടുണ്ട്. അന്ന് റോയൽ തോമിയൻ ക്ലബ്ബ് മത്സരം ജൂലൈ 15 മുതൽ 17 വരെ അന്ന് പിന്നെ കളി നടന്നിരുന്നത്. അതുപോലെ റഗ്ബി കളി ഉണ്ടായിരുന്നു. അത് 1879 ജൂൺ 30 അന്നത്തെ സിലോണിലെ ഒരു ഔദ്യോഗിക റഗ്ബി മത്സരം ഇവിടെയാണ് നടന്നിരുന്നത്. അതുപോലെ ഗോൾഫൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടംപോലെ കളിയുണ്ട്. അതും ഈ ഒരു സ്ഥലത്ത് നിന്ന് നടന്നിരുന്നത്. അതുപോലെ ഇവിടെ കുതിരപ്പന്തയം നടന്നിരുന്നു. അങ്ങനെ ഒരുപാട് കളികൾ നടന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗം. രാത്രിയിലെ ലൈറ്റിൽ നല്ല ഭംഗിയാണ് ഈ ഇത് കാണാൻ. ഞാൻ ഇതിൻ്റെ മുമ്പൊന്ന് രാത്രി വന്നപ്പോൾ കാണിച്ചിരുന്നത്. എനിക്ക് പിന്നെ ഈ ബീച്ച് കാണുക എന്ന് പറഞ്ഞാൽ വലിയ രസമില്ലാത്തൊരു സംഭവമാണ്. കാരണം ഞാൻ കോഴിക്കോടാണ് ജനിച്ചു വളർന്ന് പഠിച്ചൊക്കെ. കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കടൽ കാണാൻ നിങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവിടെ കൊളംബോയിൽ വന്ന സമയത്ത് അങ്ങനെ കണ്ടുവെന്നുള്ളൂ. ഇവിടെ നല്ല ചെമ്മീൻ, ഉഴുന്നുവട, മറ്റേ ചെമ്മീൻ്റെ ഉള്ളിൽ മറ്റേ പരിപ്പടയിൽ ചെമ്മീൻ നിറച്ചത്, അതൊക്കെ ഇവരൊരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ നാട്ടിൽ. ഇവിടെ എല്ലാ തട്ടുകളിലും ഈ ഒരു സംഭവം ഉണ്ട്. ഇതുപോലത്തെ ഉണ്ടല്ലേ, പരിപ്പട ചെമ്മീനുള്ളതുണ്ട്, വിത്തൗട്ട് ചെമ്മീനുള്ളതുണ്ട്. എരിവ് തേച്ച മസാല തേച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ശ്രീലങ്കക്കാർ ഭയങ്കര എരിവിൻ്റെ ആൾക്കാരാണ്. ഇതിലൊക്കെ എരിവാണ് കംപ്ലീറ്റ്. ഇത് മാഗീൻ്റെ നൂഡിൽസിൻ്റെ മാത്രം ഒരു വണ്ടിയാണ്. അപ്പം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിനെ ക്രോസ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. കാരണം അത്രയും ട്രാഫിക്കാണ്. റോഡിൻ്റെ സെൻറ്ററിലൊക്കെ വേറൊരു പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നത്. റോഡ് ടു വൺ വേ ആണ് അപ്പുറത്ത്. ഇപ്പോൾ അതുകൊണ്ടല്ലേ സെൻറ്ററിൽ ഒരു ഇരുമ്പിൻ്റെ കെട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് ഈ ഒരു ഇതിൻ്റെ മുകളിൽ കൂടി കിടക്കൽ മാത്രമുള്ളൂ രക്ഷയുള്ളൂ. നല്ല തിരക്കുണ്ട്. അങ്ങനെ ദൂരെ ലോട്ടസ് ടവറിൽ കാണുന്നുണ്ടല്ലേ, ലൈറ്റ് ഇട്ടിട്ട് നല്ല അടിപൊളി ലൈറ്റാണ് ആ കാണുന്നത്. ഞാൻ മുമ്പ് കാണിച്ചില്ല, നിങ്ങൾ കണ്ടില്ലത്, ആ ഭാഗമാണത്. അപ്പോൾ ഇതിനെ ഇനി ക്രോസ് ചെയ്തിട്ട് ഇത് അത്യാവശ്യം നീളമുണ്ട്. ഇതിൻ്റെ മുകളിലും ചെറിയ തെരുവോര കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ മുകളിലും. ബംഗ്ലാദേശത്ത് അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാനിനി നേരെ റൂമിലേക്ക് പോകണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ തട്ടുകടക്കാർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. തട്ടുകടക്കെന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് കച്ചവടക്കാരൊക്കെ ഇപ്പം പൂട്ടിയിടുകയാണ്. എല്ലാവരും ഷീറ്റൊക്കെ മേഞ്ഞിക്കുഞ്ഞ്. അപ്പം നാളെ രാവിലെ നേരത്തെ എണീച്ച് പോകണം. ഇവിടുന്ന് വേറൊരു സ്ഥലമുണ്ട്, നല്ല അടിപൊളി സ്ഥലം, അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ വേഗം പോയി കടന്നിറങ്ങിയിട്ട് പുലർച്ചെ എണീച്ചിട്ട് ട്രെയിനിനാണ് യാത്ര ചെയ്യാനുള്ള പരിപാടി നാളെ. അപ്പോൾ നമ്മൾ പോവാണ് റൂമിലേക്ക്. പിന്നെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, ഷീറ്റൊക്കെ മൂടുന്നുണ്ടല്ലേ. മഴ സീസണൊന്നുമല്ല, പക്ഷേ എന്നാലും ചില സമയത്ത് മഴ ചാറുന്നുണ്ട്. പെരുമഴയൊന്നുമില്ല. കുടയൊക്കെ പിടിച്ചിട്ടാണ് പെണ്ണുങ്ങളൊക്കെ പോകുന്നത്.
പുരുഷന്മാർക്ക് പിന്നെ കുടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ കുടയൊന്നും എടുത്തിട്ടില്ല. ഇപ്പം സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ 7 മണിക്കൊന്നും കടകളൊന്നും പൂട്ടാറില്ല ഇവിടെ. ഭയങ്കര സ്ട്രീറ്റാണ് ഇതൊക്കെ. അധികം വീതിയൊന്നുമില്ല ഈ റോഡുകൾക്കൊക്കെ വീതി വളരെ കുറവാണ്. മെയിൻ റോഡ് മാത്രമാണ് വലിയ വീതി. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ബാക്കി പിന്നീട് കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.